ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് റെയിൻബോ കട്ട് ബീഡ്സ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളറാണ്, പക്ഷേ അതിൽ പല പല കളേഴ്സ്, ഗ്രീന്, വയലറ്റ്, അങ്ങനെ പല കളേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേര് റെയിൻബോ കട്ട് ബീഡ്സ് എന്നാണ്. ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യമേ ഇതേപോലെ വീനൊക്കെ വരയ്ക്കുക, എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 14 ഇഞ്ചസ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കണം. അപ്പോൾ അത് നമ്മുടെ സ്കെയിലിൻ്റെ വണ്ണമില്ലേ, ആ ഒരു ഡിസ്റ്റൻസിലാണ് കേട്ടോ ഞാനിവിടെ വരച്ചേക്കുന്നത്. അവിടെ 2 റോ ബീഡ്സാണ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതേപോലെ റൗണ്ടിലും ബീഡ്സ് വെച്ച് കൊടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് വരയ്ക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് വരച്ച് കാണിച്ചെന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ ബീഡ് വെച്ച് കൊടുക്കാൻ പോകുന്നത് വി നെക്കിലാണ് കേട്ടോ. അപ്പം ഓരോരോ കട്ട് ബീഡ്സ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ റെയിൻബോ കട്ട് ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഡിസൈൻ ചെയ്യുന്നത്. വേറെ ഒരു ബീഡിൻ്റെ ആവശ്യമില്ല. ബ്ലാക്കിൽ ഈ റെയിൻബോ കട്ട് ബീഡ്സ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ബീഡ് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ 2 ബീഡ് വെച്ചിട്ട് ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ കടത്തി വീണ്ടും വീണ്ടും ബീഡ് വയ്ക്കുന്ന പോലെ വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. പക്ഷേ നമ്മൾ ബീഡ് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ വാഷൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ബീഡ്സ് പോകല്ല കേട്ടോ, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉറപ്പിച്ച് കൊടുക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ വേറൊരു രീതിയിൽ കൂടെ ബീഡ് വെച്ച് കാണിക്കുന്നതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ബാക്ക് സ്റ്റിച്ച് പോലെ തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ബാക്കിലേക്ക് എടുത്തു, എന്നിട്ട് ബാക്കിലുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെയും കൂടെ കടത്തിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ ഉറപ്പാണ്, എങ്ങനെ ആയാലും അത് അഴിഞ്ഞു പോകത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഫസ്റ്റ് റോയിൽ നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോയിലും ഇതേപോലെ തന്നെ ബീഡ് വെച്ച് കൊടുക്കുവാണ്. നെക്കിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻസിൽ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. അവിടെയും 2 റോ ബീഡ്സാണ് വെക്കേണ്ടത്. ഇനി സെക്കൻഡ് റോയിലും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ റൗണ്ടിൽ കട്ട് ബീഡ് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമേ സെൻറ്ററിലൊരു കട്ട് ബീഡ് ഇതുപോലെ വെക്കുക, എന്നിട്ട് തൊട്ടടുത്ത പോയിന്റിൽ നിന്ന് വീണ്ടും നീഡിൽ കുത്തിയെടുത്തിട്ട് ഒരു 6 കട്ട് ബീഡ് നമുക്ക് ആ നീഡിലേക്ക് ഒന്നിച്ച് കോർത്തെടുക്കാം. ഇനി ആ നടുക്കുള്ള ബീഡിനെ ചുറ്റി നമ്മൾ ഈ ബീഡ്സ് ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. ചുറ്റിയെടുത്തിട്ട് ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തിയെടുക്കണം. എന്നിട്ടത് താഴേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ ലോക്ക് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുത്താൽ ആ ബീഡ് വർക്ക് കഴിയും.
നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതുപോലെയാണ് വരിക. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉറപ്പായിട്ട് ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.